ഒരു 4 സവോള എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിലൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം. അരിഞ്ഞെടുത്ത സവോള ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. അതിങ്ങനെ ഓരോ ഇതളുകളായിട്ട് നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഇതുപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടാകുമ്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് ആ ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മൂത്ത് വന്ന പൊടി ആ എണ്ണയുടെ കൂട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സവോള കൊണ്ടുള്ള അച്ചാർ റെഡിയായി. ഇത് ചപ്പാത്തി, ചോറ്, ഇഡ്ഡലി, ദോശ ഇതിനൊക്കെ നല്ലതാണ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്കൊരു 2-3 ആഴ്ച കേടുവരാതെ സൂക്ഷിക്കാനും പറ്റും.